ബഹുമാനനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവസാനത്തെ മയ്യത്ത് നമസ്കാരത്തിൽ നേതൃത്വം നിർവഹിച്ച് ആ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്ത് മഹാനായ സൈനുലുലമയുടെ വിയോഗം അറിഞ്ഞ് ദാറുൽ മുമ്പിലേക്ക് പോകുമ്പോ ജനാലയം മുഴുവനും കണ്ണുനീരുകളുമായി തങ്ങളുടെ പ്രിയപ്പെട്ട ആത്മീയ നേതാവ് രക്ഷിച്ച് എന്ത് ചെയ്യണമെന്നറിയാതൊരു നിർവികാരതയോട് പറഞ്ഞു നിൽക്കുന്ന ഒരു സദസ്സ് അവസാനം 2 പതിറ്റാണ്ട് കാലത്തോളം ഈ മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് പറയേണ്ട കാര്യങ്ങൾ ആദിത്യത്തോടെ പ്രതാപത്തോടെ ആദർശത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ആദർശഗരിമയോടെ പ്രഖ്യാപിച്ച ബഹുമാനനായ സൈനുൽ ഉലമ ഈ ഒരാൾക്ക് നെടിയാതിരിയിൽ ആദിത്യത്തിന്റെ നാട്ടിലൂടെ നടന്നുപോയ വിളക്കുമാടങ്ങൾ ആഗ്രഹിക്കാത്ത വെളിച്ചത്തിന്റെ പ്രതിഭ തങ്ങളുടെ പ്രിയപ്പെട്ട സൈനുൽ ഉലമയെ ആരുടെ മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോ ദാറുൽ ഹുദയുടെ മസ്ജിദുകളുടെയും ദാറുൽ ഹുദ ചമ്മാട് ദാറുൽ ഹുദയിൽ 2 പതിറ്റാണ്ട് കാലത്തോളം നിങ്ങൾക്ക് ഖുർആൻ എന്ന മധുരം പകർന്നു തന്ന ഹദീസിന്റെ ആഴങ്ങളിലൂടെ തങ്ങളെ കടത്തിക്കൊണ്ടുപോയ തങ്ങളെ കർക്കശത്തോടെ നോക്കിയ രക്ഷിതാവായി മുസ്ലിമുകൾ കാണുമ്പോൾ കയ്യിലെടുക്കുന്ന വടികൾ കൊണ്ടുമല്ലോ ചുറ്റിച്ച തങ്ങളുടെ രക്ഷിതാവായി തങ്ങളുടെ ഇടയിൽ നിറഞ്ഞു നിന്ന പ്രിയപ്പെട്ട തങ്ങളുടെ ആത്മീയ പിതാവിന്റെ മയ്യത്ത് 6 അടി മണ്ണിലേക്ക് പോകുമ്പോ ചമ്മാട് ദാറുൽ ഹുദയുടെ ജനാലകളുടെ ഇടയിലൂടെ ഒരു പിതാവിന് നഷ്ടപ്പെട്ട കുട്ടികളുടെ മക്കളുടെ ദുഃഖത്തോടെ ആയിരക്കണക്കിന് ദാറുൽ ഹുദയിലെ ഹുദവികളായ ആത്മീയ മുത്തഅല്ലിമീങ്ങൾ അതിൽ മലയാളം അറിയുന്നവരുണ്ട്, മലയാളം അറിയാതെ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് പൂർവാങ്ങ ഭാഗങ്ങളിൽ നിന്ന് വന്ന ആയിരക്കണക്കിന് നൂറുകണക്കിന് ബീഹാരികളും ആസാമികളുമായ അന്യഭാഷ പഠിക്കുന്ന അന്യദേശക്കാരായ വിജ്ഞാന കൗതുകികളുണ്ട്. ഒരു പിതാവിനെ കബറടക്കുമ്പോൾ മക്കൾ അങ്ങനെ വിരമിക്കുമോ? അതിനേക്കാൾ വലിയ വിരാമമായി കവൽത്തടത്തിലൂടെ കണ്ണുനീർ തടം തന്നെയാ തുടങ്ങി അവസാനമായി തങ്ങളുടെ പ്രിയപ്പെട്ട ആത്മീയ പിതാവിന്റെ ശരീരത്തിലേക്ക് മണ്ണുമാറിയിടുമ്പോ പൊട്ടിക്കരഞ്ഞുപോയൊരു സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് തിരിച്ചു പോരാൻ മനസ്സ് കേൾക്കാതെ പക്ഷേ ഇവിടെ എത്തണം, തലശ്ശേരിയിൽ പ്രസംഗിക്കണം, അത് ഏറ്റെടുത്തൊരു ദൗത്യമാണ്. പാതി നിർവികാരതയോടെയാണ് ഞാൻ സദസ്സിൽ വന്നിറങ്ങിയത്. ഇവിടെ എത്തിയപ്പോൾ മഹലിന്റെ ചുക്കിച്ചുളിഞ്ഞ വസ്ത്രം കണ്ടിട്ടാവാം ഞാൻ അങ്ങനെ ചുക്കിച്ചുളിഞ്ഞ വസ്ത്രം കാണുന്നത് വളരെ അപൂർവമാണ്. എപ്പോഴും വടിവത്ത വസ്ത്രം ധരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അതെന്റെ അഹങ്കാരമല്ല. നല്ല വടിവസ്ത്ര വെള്ള വസ്ത്രം ധരിച്ചാൽ പിന്നെ അകത്ത പട്ടിണി ആരും അറിയില്ല. അതുകൊണ്ട് അങ്ങനെയാണല്ലോ, ഏറ്റവും നല്ല വെള്ള വസ്ത്രം ധരിച്ചാൽ ഇപ്പൊ ഇരിക്കുന്നവരൊക്കെ നല്ല വെള്ള വസ്ത്രം ധരിച്ചവരാണ്. ആ വെളുപ്പുള്ള വസ്ത്രം ധരിച്ചാൽ അതിന്റെ ഉള്ളിലെ പട്ടിണിയോ ഹൃദയത്തിന്റെ വേദനയോ മറയ്ക്കാൻ ഹൃദയത്തിന്റെ ശരീരത്തിന്റെ പുറകിലുള്ള വെള്ളവസ്ത്രത്തിന് കഴിയും എന്ന് ധരിക്കുന്ന ആളാണ് ഞാൻ. അല്ലാതെ അഹങ്കാരത്തിന്റെ ഭാവമായിട്ടില്ല. വസ്ത്രം നല്ലതാണെങ്കിൽ പിന്നെ ഉള്ളിലെ ദുഃഖം മറയ്ക്കാൻ അതിനേക്കാൾ നല്ലൊരു മറ വേണ്ടതില്ല. അതുകൊണ്ടാണ് എന്നെ ഈ ചുക്കിച്ചുളിഞ്ഞ വസ്ത്രത്തിൽ കണ്ടപ്പോ ഒന്ന് ഫ്രഷായി ഡ്രസ്സ് മാറിയിട്ട് പോയാൽ പോരെ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇല്ല, നേരെ സദസ്സിലാണ്. മഹാനായ സൈനുൽ ഉലമയെ കബറടക്കി ആ തിരക്കിന്റെ ഇടയിൽ തിക്കിത്തിരക്കി നിന്ന് വീർപ്പ് മുട്ടുന്നതിന്റെ ഇടയിൽ ആ കബറിന്റെ ചാരത്ത് നിന്ന് പിടിമണ്ണ് മാറിയിടുമ്പോ എന്റെ ശരീരത്തിൽ എന്റെ വസ്ത്രത്തിൽ പറ്റിയ അതേ മൺതരികൾ മുഴുവനും എന്റെ വസ്ത്രത്തിൽ ഇട്ടുകൊണ്ടാണ് ഞാൻ ഈ പ്രസംഗം നടത്തുന്നത്. എനിക്ക് തോന്നി വേണ്ട, മഹാനായ സൈനുൽ ഉലമയുടെ കബറിലേക്ക് മാറിയിട്ട പിടിമണ്ണിന്റെ ഒരു അംശം ഈ വസ്ത്രത്തിൽ ഇരിക്കുന്നുവെങ്കിൽ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് ഹൃദയത്തിന് ശുദ്ധിയുണ്ടായില്ലെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ വസ്ത്രം ധരിച്ചിട്ട് ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞപ്പോ സൈനുൽ ഉലമയുടെ കബറിന്റെ ചാരത്ത് നിന്ന് മൺതരിയുടെ സാന്നിധ്യം എന്റെ വസ്ത്രത്തിൽ നിന്ന് മാറണ്ട എന്ന് കരുതി ആ ചുക്കിച്ചുളിഞ്ഞ മണ്ണ് പറ്റിയ വസ്ത്രവുമായിട്ടാണ് നേരെ സ്റ്റേജിലേക്ക് കയറിയത്. അല്ലാഹു മഹാനുഭാവന്റെ കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊന്നും കൊതിക്കാൻ കഴിയാത്ത മരണം കിട്ടിയ 10,000-കണക്കിന് ആളുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇനി മയ്യത്ത് നമസ്കാരം നിർത്തിവെച്ചൊരു മയ്യത്ത് നമസ്കാരം ഇല്ല, മയ്യത്ത് കാണാൻ പറ്റില്ല എന്നാളുകൾ പറയുമ്പോഴും അവസാനം ഒരു നോക്ക് കാണാൻ കൊണ്ടോട്ടി അങ്ങാടിയിൽ ഒരു സാധാരണക്കാരനെ പോലെ നടന്നുപോയൊരു പണ്ഡിത പടുവിന്റെ അടുക്കിലേക്ക് വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിക്കുന്നവരല്ല മഹാനാകുന്നത്, മരിക്കുമ്പോഴാണ് മഹാനാകുന്നത് എന്ന് തിരിച്ചറിയുന്നത് തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ച മഹാപ്രതിഭയായിരുന്നു സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ. അല്ലാഹു മർക്കദ.